തോന്നും അത് സംഭവിക്കുമോ 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 സംഭവിക്കുമോ. മനസ്സിനൊരു പ്രത്യേകത ഉള്ളത്, അത് എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നോ അത് സംഭവിച്ചിരിക്കും. മനസ്സ് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചാലല്ലോ അത് വേറെ രീതിയിൽ, ആ രീതിയിൽ സംഭവിക്കണമെന്നില്ല, വേറെ രീതിയിൽ. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ് എന്താണ്, മരിക്കുമോ 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 എന്നിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മരണരൂപത്തിലാവില്ലേ വരിക, പക്ഷെ ആ ചിന്ത എന്നെ മാനസികമായി മരിച്ചതിന് തുല്യമാക്കും. ശരിയല്ലേ അത്? ഇതാണ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഇടപഴകുമ്പോണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരോട് ഇൻട്രാക്ട് ചെയ്യണോ ആ ഇൻട്രാക്ഷൻ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ദേ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ മൈൻഡ് ആൻഡ് ദേ ക്യാൻ സ്ലോലി ആൻഡ് സ്റ്റഡിലി. ഈ ഡ്രഗ്സ് കുത്തിവെക്കുന്ന പോലെയാണ് ചിന്തകൾ. ഡ്രഗ്സൊക്കെ ആദ്യം കുത്തുമ്പോണ്ടല്ലോ ലഹരിയായി മാറും, പിന്നെ അതൊരു അഡിക്ഷനായി മാറും, പിന്നെ അതില്ലാതെ അവർക്ക് ഈ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ട് ഈ മദ്യം കുടിച്ചും ഡ്രഗ്സും പുകവലിച്ചൊക്കെ ജീവിക്കുന്നത്. നമ്മളെന്തിനാ അത്രയൊക്കെ ചിന്തിക്കുന്നത്? ചായ കുടിച്ച് ശീലിച്ചാൽ നമുക്ക് ചായ ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ? രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ മനസ്സ് പറയാ, ഈ റെയിൽവേ സ്റ്റേഷനിൽ പറയുന്ന പോലെ ചായ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കുടിച്ചാലും ചിലപ്പോൾ അങ്ങോട്ട് ശരിയാവില്ല. ചിലർക്കാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് തന്നെ ചായ കുടിച്ചിട്ട് ശീലിച്ചവർക്ക് എവിടെ പോയാലും എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ചായയുടെ അത്ര ശരിയായിട്ടില്ല എന്ന് പറയും. ചിലർക്ക് ചില കടയിൽ നിന്നൊക്കെ ചായ കുടിച്ച് ശീലിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ട് ചില കാരണവന്മാരൊക്കെ ഉണ്ടല്ലോ, ആ കടയിൽ നിന്ന് കഴിച്ച് ശീലിച്ചാൽ അവർക്ക് അത് തന്നെ ശീലമാവും. ഒരിക്കലും ഒരു ഫോറിനർ നമ്മുടെ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ റൗണ്ടിൽ കുറേ കാണാൻ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അവിടെ വന്നപ്പോണ്ടല്ലോ ഇയാൾ രാവിലെ തന്നെ ഒരു കാപ്പി കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു. കേരളീയരൊക്കെ നല്ലോണം ഇംഗ്ലീഷാണ് പറയുന്നത്. ചായക്കടയിൽ ചെന്നിട്ട് ഒരാൾ ലൈറ്റ്, ഒരാൾ സ്ട്രോങ്, ഒരാൾ വിത്തൗട്ട്, ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ ഇയാൾ ഇങ്ങനെ അടിച്ച് വീശുന്നുണ്ട്. കേരളത്തിൽ മാത്രമേ ചായ ഇങ്ങനെ അടിച്ച് വീശുന്നത് കാണുള്ളൂ. ഈ ഫോറിനർക്ക് തോന്നി ഇവരൊക്കെ ഇംഗ്ലീഷിലാണല്ലോ പറയും, സ്ട്രോങ്, വിത്തൗട്ട്, ലൈറ്റ്, എന്താണ് അങ്ങനെയൊക്കെയുള്ള ഓരോ വാക്കുകളൊക്കെ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ നോക്കുമ്പോൾ ഇയാളായാലും അതിനനുസരിച്ചാണ് ഒഴിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു 2 മീറ്റർ എന്ന് പറഞ്ഞു, 2 മീറ്റർ എന്നാണ്. അപ്പം ഇയാളുടെ വിചാരം എന്താ വെച്ചാൽ മീറ്റർ കണക്കിന് അത് ഒഴിച്ചു കൊടുക്കണമെന്നാണ്. ഇങ്ങനെ കൈ വലിക്കുമ്പോഴേ ആ വലിയ തോന്നുന്നത് 2 മീറ്റർ എന്നാണ്. അയാൾക്കും മനസ്സിലായില്ല എന്താ ഈ 2 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനെ കൈ ഉയർത്തത് കണ്ടിട്ട്. കാരണം അയാൾ ഫോറിനിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവർ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ജീവിച്ച് ശീലിച്ചവരല്ലേ. 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കും, കാപ്പിപ്പൊടി വേറെ കൊണ്ടുവയ്ക്കും, പഞ്ചസാര കൊണ്ടുവയ്ക്കും, വെള്ളം കൊണ്ടുവയ്ക്കും, വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോളൂ എന്നാണ്. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്നുള്ളതാണ്. ഒരിക്കലും ഒരു സാധാരണ ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചൂടുവെള്ളം കിട്ടുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ പോവാൻ നല്ല ധൃതി. ഇദ്ദേഹം ചെയ്തു ആ വെള്ളം അങ്ങോട്ട് കുടിച്ച് കാപ്പിപ്പൊടിയും വായിലിട്ടിട്ട് പഞ്ചസാരയും ഇട്ടിട്ട് പാലും കഴിച്ചിട്ട് ഇങ്ങനെ അളകുന്നുണ്ട്. ചോദിച്ചു എന്ത് പറ്റിയെന്ന്. എന്നെ ഐ ആം മേക്കിംഗ് ദ ടീ ഇൻസൈഡ് എന്ന്. പുറത്തുണ്ടാക്കുന്നതിന് എന്തിനാ ഇപ്പം എത്ര സമയം കളയുന്നത്, ഉള്ളിൽ നിന്ന് ഉണ്ടാക്കാൻ നീ വെറുതെ സമയം കളയട്ടല്ലോ. ഇതുപോലെ ഇതാണ് സത്യം. അപ്പോൾ വാസ്തവത്തിൽ ഇതാണ് ജീവിതത്തിൻ്റെ പരമാർത്ഥങ്ങൾ. നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ഏത് രീതിയിൽ ഇതിനെ കാണുന്നു അതിനനുസരിച്ചായിരിക്കും അനുഭവങ്ങൾ. നിങ്ങളിങ്ങനെ വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അതൊരു ഡിപ്രഷനായി നമ്മളെ മാനസികമായി താഴ്ത്തും. അതുകൊണ്ട് കഴിഞ്ഞു പോയതിലും വരാൻ പോകുന്നതിനെക്കുറിച്ചും ഓവറായി എക്സൈറ്റ് ചെയ്യാനോ ഒരുമാതിരി കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കാനോ വിവേകികൾ ആരെ അനുവദിക്കരുത്? മനസ്സിനെ അനുവദിക്കരുത്. മനസ്സിതിലേക്ക് രണ്ടിലേക്കും പോകും. ഇത് രണ്ടും നമ്മളെ തളർത്തിക്കളയും. ഇത് വരാൻ പോകുന്നതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് മന്ദര ഇങ്ങനെ ആവർത്തിച്ച് 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 കൊടുക്കുമ്പോഴല്ലോ അങ്ങനെ സംഭവിക്കുമെന്ന് ആർക്ക് തോന്നുകയാണ്. അപ്പൊ അതിൽ തന്നെ ചിന്തന വന്നപ്പോഴല്ലോ അത് സത്യമായിട്ടാണ് തോന്നി. അപ്പോൾ അസത്യത്തെ നിരന്തരം ഒരാൾ പറയുമ്പോൾ നമുക്ക് സത്യം 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 എന്നങ്ങോട്ട് തോന്നും. ശരിയാണോ? വാക്കുകൾക്ക് അങ്ങനെ പവർഫുൾ ഉണ്ട്. അപ്പൊ സംശയമൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കുന്നത്. അവർ ശരി കേട്ടോ 1000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും അവര് ശരിയില്ല. അത് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ പ്രവൃത്തിയിൽ ചിലപ്പോൾ അവരുടെ വാക്കുകളും കൂടി കേട്ടാൽ അങ്ങനെ അപകടമായിത്തീരും. ഇങ്ങനെ ഒരു കഥയുണ്ട് ശരിക്കും. ഈ വരുന്നത് മഹാഭാരതത്തിലെ മറ്റൊരു സന്ദർഭത്തിൽ ഈ കഥ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വ്യാസഭഗവാൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. വ്യാസഭഗവാന്റെ ഭാര്യ. അപ്പോൾ ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്ര ഹൈലി ഇൻ്റലിജൻ്റ് ആണ്. അദ്ദേഹത്തിനെ പ്രസവിക്കുന്നത് തന്നെ ഒരു ദ്വീപിലാണല്ലോ. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് കൃഷ്ണദ്വൈവായൻ എന്നുള്ള പേരൊക്കെ വന്നത്. അവിടെ വെച്ചിട്ടാണ് പരാശര മഹർഷി അദ്ദേഹത്തിന് അത്ര ആരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായില്ല. അത്ര ഹൈലി സ്കോളറാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ജന്മമൊക്കെ അറിയാലോ. തോണി കിടക്കുന്ന സമയത്താണല്ലോ പരാശര മഹർഷിയെ മുഹൂർത്തത്തെ മനസ്സിലാക്കിക്കൊണ്ട് സത്യവതി എന്ന് പറയുന്ന കന്യകയോട് ഗർഭം ധരിക്കാൻ പറയുന്നതും അങ്ങനെ ചുറ്റും മഞ്ഞുമറയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് സത്യവതി പ്രസവിക്കുന്നത് ദ്വീപിലാണ്.
അവിടെ വെച്ചിട്ടാണ് പരാശര മഹർഷി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പുത്രന്മാരായിട്ട് ധൃതരാഷ്ട്രൻ, കഥകൾ അറിയാലോ പിന്നീട് അല്ലേ, അംബിക, അംബാലികയിലൊക്കെ പുത്രന്മാരുണ്ടായി. ആരൊക്കെയാണ്? ധൃതരാഷ്ട്രരും പാണ്ഡുവും പിന്നെ ദാസിയും വിതുരനും, ഈ കഥകളൊക്കെ. അതിനുശേഷം അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ഈ വ്യാസരുടെ വീട്ടിൽ മഹർഷിമാരുടെയൊക്കെ പത്നിമാർ വരും. അപ്പോൾ ഒരു മഹർഷിയുടെ ഭാര്യ വന്നിട്ട് ഈ വ്യാസഭഗവാന്റെ ഭാര്യയോട് പറയും, എന്താണ് അവിടുന്ന് എത്ര ഭാഗ്യവതിയാണ്, എത്ര വലിയ മഹാനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊരു മഹാനിനി ഭൂമിയിലുണ്ടാവുമോ, എത്രയാണ് അറിവ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രേമം, ഈശ്വരപ്രേമം, ഈശ്വരഭക്തി എന്ന് പറഞ്ഞ വ്യാസരെ എങ്ങനെ പുകഴ്ത്തുമോ ഈ സ്ത്രീക്ക് പേടിയാവും. കാരണം ഇങ്ങനെയൊക്കെ ഭർത്താവിനെ പുകഴ്ത്തിയാൽ വല്ലവരൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ മുകളിൽ കണ്ണു വെക്കുമോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം പറയാണ്, എന്തോ അറിയില്ല, മഹാറാണിക്ക്, രാഷ്ട്രത്തിലെ മഹാറാണിക്കുണ്ടല്ലോ വ്യാസരെ വളരെ ഇഷ്ടമാണ്, ഒരിക്കൽ ആലിംഗനം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഈ സ്ത്രീയുടെ മനസ്സിൽ വലിയ പേടിയായി പോയി. എൻ്റെ ഭർത്താവിനെ ചിലപ്പോൾ മഹാറാണി ഇങ്ങനെ തട്ടിയെടുക്കുമോ. ആ നിമിഷം മുതൽ ഇവരുടെ മനസ്സസ്വസ്ഥയായി. പിന്നെ മഹാറാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു അലോസരം വരും ഇവർക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുമോ എന്നുള്ളത്. ഏതായാലും ഇതൊന്നും വ്യാസരോട് പറഞ്ഞില്ല. മഹാറാണിയെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം വ്യാസഭഗവാന്റെ ഭാര്യ ഏതോ ഒരു മുനിയുടെ ഭാര്യയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് മന്ത്രവാദം പഠിക്കണമെന്ന്. ആരുടെ ഭാര്യ? വ്യാസഭഗവാന്റെ ഭാര്യ. എന്തിനാണ് മന്ത്രവാദം പഠിക്കുന്നത് വെച്ചാൽ, എൻ്റെ ഭർത്താവിൻ്റെ നേരെ ആരെങ്കിലും കണ്ണു വെക്കുകയാണെങ്കിൽ ആ മനസ്സിനെ അവിടുന്ന് അകറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ മന്ത്രവാദം പഠിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്, ചില ഗൂഢമന്ത്രങ്ങളൊക്കെ. അങ്ങനെ ഇതൊന്നും വ്യാസർ അറിയുന്നില്ല. വ്യാസർക്ക് മനസ്സിലാവുന്നുണ്ട് ഭാര്യ ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് എന്തോ ഒരു കാര്യത്തിൽ. അപ്പൊ വ്യാസഭഗവാനെ കുറിച്ചോ രാജ്ഞിയെ കുറിച്ചോ പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡാണ്. ഒരു ദിവസം ഈ മഹർഷിയുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഒരിക്കൽ വ്യാസഭഗവാൻ വന്നപ്പോൾ അന്ന് മഹാറാണി അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് മഹാറാണി തന്നെ പറഞ്ഞു അത്രേ, ഞാൻ വിളമ്പിക്കൊടുത്തോളാന്ന്. എനിക്കത് കണ്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി. ആ മഹാറാണി ഇങ്ങനെ ഉറ്റു നോക്കുകയായിരുന്നു വ്യാസരെ. അതും കൂടി പറഞ്ഞ കേമായില്ലേ, കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു എന്ന്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് ഭാര്യയ്ക്ക് കൂടുതൽ പേടിയായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം വ്യാസഭഗവാൻ പറയാണ്, നമുക്കിവിടെ ഒരു ഭാഗ്യം കിട്ടാൻ പോവാണ്, നമുക്കൊരു വലിയൊരു യാഗം ഇവിടെ ചെയ്യാൻ പോവാണ്, എല്ലാ മഹർഷിമാരും വരും, പ്രത്യേകിച്ച് മഹാറാണി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പോരെ. ഇനിയിപ്പോൾ മഹാറാണി ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഈ വ്യാസഭഗവാന്റെ ഭാര്യയുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായി. എങ്ങനെയെങ്കിലും ഇവരുടെ മനസ്സിനെ അകറ്റണം. എന്താ ചെയ്യേണ്ടത്? മന്ത്രവാദി ചില വഴികൾ പറഞ്ഞു കൊടുത്തു. ഇലയിൽ മന്ത്രങ്ങൾ എഴുതിയിട്ട് റാണി കടക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കണം. അതുപോലെ വ്യാസര് കിടക്കുന്നിടത്ത് ചില മന്ത്രങ്ങൾ എഴുതിയിട്ട് അതും വെക്കണം. അങ്ങനെ മഹാറാണി വരികയാണ്, പല്ലക്കിൽ രാവിലെ കൊണ്ടുവരികയാണ്. ആളുകളൊക്കെ വരണോ സ്വീകരിക്കണോ. ഈ വ്യാസഭഗവാന്റെ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കും പുറത്തുനിന്ന്. വ്യാസർ എന്തൊക്കെ ചെയ്യണതെന്ന് അറിയണല്ലോ. വ്യാസർ ചെല്ലുന്നു, കൈകൂപ്പി തൊഴുന്നു, കാല് തൊടുന്നു. ആ സമയത്ത് മഹാറാണി ആലിംഗനം ചെയ്യാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോഴേക്കും അങ്ങോട്ട് പേടി വന്നു. ഈശ്വര, എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെടൂ, ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അവർക്ക് തന്നെ മനസ്സിൽ വെച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്ന് രാത്രി മഹാറാണി കിടന്നുറങ്ങുന്ന വീട്ടിൽ വ്യാസരോട് ചെല്ലാൻ പറയും. ഉടനെ ഭാര്യ പറയും, പോണ്ട, നിങ്ങൾ പോണ്ട, ഞാൻ പോയിക്കൊള്ളാം. കാരണം പേടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അങ്ങനെ മഹാറാണി, അല്ല ഞാൻ പോവാന്ന് പറയും, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന്. അപ്പം അതിൽ ഭയങ്കര ദേഷ്യം വരും വ്യാസരോട്. എന്താ നിങ്ങൾക്ക് അവിടെ പോകണം ഇത്ര വാശി, എന്താ നിങ്ങൾക്ക് ഇത്ര അവരോട് ഇത്ര ആകർഷണം, എന്താ അതങ്ങനെയൊക്കെ ചോദിച്ചു കുറേ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ വ്യാസര് പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ അസ്വസ്ഥനായിട്ട് വർത്തമാനം പറയുന്നത്, നിനക്ക് എന്ത് പറ്റി, നിന്റെ മനസ്സ് സമനിലയിലല്ലല്ലോ, നിനക്ക് എന്താ ഒരു കുഴപ്പം പറ്റിയിരിക്കുന്നത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ മനസ്സിനെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് എന്നൊക്കെ വ്യാസരോട് അങ്ങോട്ട് തർക്കിക്കും. അങ്ങനെ വ്യാസഭഗവാൻ പറയും, നീയും എന്നാ കൂടെ വന്ന്. അങ്ങനെ ഭാര്യയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ മഹാറാണിയുടെ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ആ മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് മഹാറാണി ചോദിക്കും, എന്താ വ്യാസഭഗവാൻ, എന്താ ഇവിടെ ഈ എൻ്റെ ബെഡിൽ ആരോ എന്തോ ഇലകളൊക്കെ വെച്ചിരിക്കുന്നു, അതിലെന്തോ ചില മന്ത്രങ്ങളൊക്കെ കാണണോ. അപ്പം ഇവർ ബെഡ്ഷീറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ഇലകളൊക്കെയാണ്. അപ്പോൾ ചോദിച്ചു, ഇതാരാ എന്താ ചെയ്തിരിക്കണം? വ്യാസഭഗവാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലല്ലോ ദേവി, എന്താണതെന്ന്. അല്ല, ഇതെന്തോ ചില ഗൂഢോത്ത മന്ത്രങ്ങളൊക്കെയാണ് തോന്നണമെന്ന്. ഈ മഹാറാണിക്കും കുറച്ച് വിവരമുണ്ടേ. ഉടനെ വ്യാസൻ പറഞ്ഞു, ഇതാരാ ചെയ്തിരിക്കുന്നത്? അപ്പം ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ വ്യാസന്റെ ഭാര്യ, കാരണം കള്ളം കപ്പലിലാണല്ലോ, അപ്പോൾ വ്യാസന്റെ ഭാര്യ എങ്ങനെ തലതാഴ്ത്തിനെ കുറിച്ച് ചോദിക്കും, ദേവിക്ക് അറിയൂ ഇതാരാ വല്ലതും ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ ദേവി പറയും, എനിക്ക് അറിയില്ല, ആരോ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന അറിയില്ല നുണ പറയും. ഉടനെ വ്യാസഭഗവാൻ ആക്കെടുത്ത് മാറ്റി കട്ടിലൊക്കെ തയ്യാറാക്കുകയാണ്.
ഉടനെ ഭാര്യ പറയും, ഞാൻ തയ്യാറായിക്കോളാം, നിങ്ങൾ എന്തിനാ തയ്യാറാക്കണത്? പറഞ്ഞു, ഞാൻ തന്നെ തയ്യാറാക്കണം. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് വ്യാസഭഗവാനെ വീണ്ടും ആലിംഗനം ചെയ്ത്, അപ്പോഴേക്കും വ്യാസഭഗവാൻ അമ്മയുടെ കൈ പിടിക്കാനാണ് മഹാറാണിയുടെ. അപ്പോൾ ആ സമയത്ത് ഭാര്യയ്ക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ. ആ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് മഹാറാണി പറയുകയാണ്, മോൾക്കറിയോ ഇതാരാണെന്നുള്ളത്? ഇതെൻ്റെ മകനാണ്. ഇതാണ് ആ സമയത്തുണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ. ഈ വ്യാസഭഗവാന്റെ ഭാര്യ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? സത്യവതി ദേവിയുടെ പുത്രനായിരുന്നു വേദവ്യാസ മഹർഷി. അപ്പം മഹാറാണിയുടെ പുത്രനാണേ. ആദ്യം പ്രസവിച്ചത് വ്യാസരെയാണ്, പിന്നെയാണ് ഈ ശന്തനു മഹാരാജാവ് കല്യാണം കഴിക്കുന്നത്. അത് അറിയാനുള്ളൊരു ബുദ്ധി ആ ഭാര്യയ്ക്കില്ലായിരുന്നു. അത്ര സംശയമാണ്. അപ്പം ഇങ്ങനെ ഒരു കഥയുണ്ട്. ആ അവസാന രംഗം നോക്കൂ നിങ്ങൾ. തൻ്റെ മകനാണെന്ന് അറിയുമ്പോൾ ആ മഹാറാണിയോട് കാണിക്കുന്ന, രാജാവിനോട് കാണിച്ചിരിക്കുന്ന ദേഷ്യബുദ്ധികളൊക്കെ ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. അറിയില്ല വാസ്തവം എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ വേറെ രീതിയിൽ അത് ചിന്തിച്ച് നമ്മൾ പലപ്പോഴുണ്ടല്ലോ പല രോഗങ്ങളും വരുത്തുന്നില്ല. അപ്പം ഈ ചിന്തകൾക്ക് നമ്മുടെ ജീവിതം തന്നെ തളർത്താനുള്ള ശക്തികളുണ്ട്. ഇന്നിപ്പോൾ അത് കൂടുതൽ ഡിപ്രഷനിലേക്ക് വീഴുന്ന ആളുകൾ എണ്ണം കൂടി വരികയാണ്. പലരുണ്ടല്ലോ ജോലി വിട്ടുപോരേണ്ടി വരുന്നത് തന്നെ അനാവശ്യമായ ഡിപ്രഷനാണ്. നോക്കൂ, നിങ്ങളിതൊരു രോഗമായി മാറിയിരിക്കണം. അപ്പം മനസ്സിലാവേണ്ടത് ഇതെന്നൊക്കെ പുറത്തു വരാനുള്ളൊരു വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനാവശ്യമായത് കഴിയുന്നതും ചിന്തിക്കാതിരിക്കണമെങ്കിൽ അത് സാധ്യമല്ല നമുക്ക്. നമ്മൾ കൂട്ടുകൂട്ടുന്നതാണെന്നൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടരുത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞാലും എനിക്ക് തോന്നില്ല ഇതൊക്കെ സംഭവിക്കുന്നുള്ളത്. കാരണം നമ്മൾ അറിയാതെ അങ്ങോട്ട് ഓരോരുത്തരുടെ വലകളിലേക്ക്, രാഷ്ട്രീയമൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ആളുകളോട് വീട് പോവുകയാണ്. പിന്നെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചറിയുന്നത് ഈ വഴി ആയിരുന്നില്ല പോകേണ്ടത്. ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ വഴിക്ക് പോകുമ്പോൾ അവനറിയുന്നില്ല ഈ കൂട്ടുകെട്ട് തെറ്റാവോ, പിന്നീട് എന്താ വരും, കോൺസിക്വൻസ് ചിന്തിക്കില്ല. പിന്നെ റിയലൈസേഷൻ വരുമ്പോഴാണ് ഞാൻ പോയ വഴികളൊന്നും ശരിയല്ല എന്നൊക്കെ തിരിച്ചറിയുന്നത്. പക്ഷെ അതൊക്കെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ്. രാമകഥാസാഗരം